ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് ലണ്ടൻ നഗരത്തിലെ കേബിൾ കാറിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അതിമനോഹര കാഴ്ചകളാണ് ഈ കേബിൾ കാർ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ലണ്ടൻ കേബിൾ കാർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ലണ്ടൻ കേബിൾ കാർ ഡാംബിൾവേ എന്നറിയപ്പെടുന്നു. കൂടാതെ സ്പോൺസർഷിപ്പുകാരായ IFS കേബിൾ ഗ്രൂപ്പാണ് ഇപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇംഗ്ലണ്ടിലെ ലണ്ടനിലെ തേംസ് നദിയുടെ കുറുകെ ഒരു കേബിൾ കാർ ലിങ്കാണിത്. ഡോപ്പർമേയർ നിർമ്മിച്ച ഈ ലൈൻ 60 മില്യൺ പൗണ്ട് ചെലവ് വരിച്ചാണ് ഇന്ന് നിർമ്മിച്ചത്. തീർച്ചയായും കാണേണ്ട അതിസുന്ദര കാഴ്ചകളിൽ ഒന്നാണിത്. നമുക്ക് ആസ്വാദനകരമായ ഒരുപാട് കാര്യങ്ങൾ ലണ്ടൻ നഗരം മുഴുവൻ പൂർണ്ണമായിട്ട് കാണാം. ഒരു നദിക്ക് കുറുകെ എത്ര മനോഹരമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആരെയും വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ യാത്രയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചത്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാഴ്ചകൾ ഈ യാത്രയിൽ നിന്ന് പകരുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അത് നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. വീണ്ടും ഇതുപോലത്തെ നല്ല വീഡിയോകൾ നിങ്ങൾക്ക് തരുവാൻ അതിലെനിക്ക് പ്രചോദനമാകും. 2012 ജൂൺ 28 ആരംഭിച്ച ഈ സേവനം ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടൻ എന്നറിയപ്പെടുന്നു. 2022 ഒക്ടോബർ 20 മുതൽ ഈ സാങ്കേതികവിദ്യ IFS ആണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ഈ ലൈൻ തുറന്ന് ജൂൺ 28 വരെ ആയിരുന്നു. അത് നടത്തിക്കൊണ്ടിരുന്ന എയർലൈൻ എമിറേറ്റ്സ് എന്ന് പറഞ്ഞ കമ്പനിയായിരുന്നു. ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഞാനും എൻ്റെ വൈഫും എൻ്റെ കൂട്ടുകാരൻ്റെ കുടുംബവുമാണ് ഈ യാത്രയിൽ പങ്കെടുത്തത്. അവൻ്റെ ഫാമിലിയും കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു. അവർ വളരെ ആസ്വാദകരമായിട്ടാണ് കാണുന്ന കാഴ്ചകൾ. ഒരു നഗരം പൂർണ്ണമായിട്ട് കാണുവാൻ നമുക്ക് ഈ കേബിൾ കാർ വഴി സാധിക്കുന്നു. ലണ്ടനിൽ നിന്ന് ഞാൻ കണ്ടത് എങ്ങനെയാണോ അതിനേക്കാളും സൗകര്യപ്രദമായി ഈ കേബിൾ കാറിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. ഇതിന് നീളം ഏകദേശം 3600 അടിയാണ് ഇതിന്റെ നീളം. ഇത് വൈദ്യുതീകരിച്ചിരിക്കുന്ന ഇലക്ട്രിക് മോട്ടോർ പവർ കേബിൾ വഴിയാണ്. ബൂൾ വീൽ ഓക്സിലറി ഡീൽ എഞ്ചിൻ പവർ ആണ് കേബിൾ ഉപയോഗിച്ചിരിക്കുന്നത്. ബൂൾ വീലിലാണ് ഇത് നിൽക്കുന്നത്. അത് തന്നെ ഒരു സാങ്കേതികവിദ്യയുടെ അപൂർവ കാഴ്ചയാണ്. വേഗം വളരെ പതുക്കെ പോകുന്നുള്ളൂ. വളരെ 15, 16 അല്ലെങ്കിൽ 20 കിലോമീറ്റർ സ്പീഡിനകത്തേ പോകുന്നുള്ളൂ യാത്ര ചെയ്യുന്നത്. എന്നാലും ഒരു കുടുക്കം ഷേക്ക് നല്ലതാണ്. ഇത് ഉയരം എന്ന് പറഞ്ഞാൽ 300 അടി ഉയരത്തിലൂടെയാണ് ഈ കേബിൾ കാർ പോകുന്നത്. 300 അടി ഉയരം. അപ്പൊ 300 അടി ഉയരത്തിൽ നിന്നും താഴേക്കുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. O2 എന്ന് പറയുന്ന ആ കമ്പനിയുടെ ബിൽഡിങ്ങുകളും അതിനോട് ചേർന്ന അനുകമ്പ ബിൽഡിങ്ങുകളുമാണ് നിങ്ങൾ കാണുന്നത്. അതിനെപ്പറ്റിയുള്ള വീഡിയോ ഇനി വരുന്ന വീഡിയോകളിൽ ഇടുന്നതാണ്. ആ നഗരത്തിന്റെ സൗന്ദര്യം കണ്ടു നോക്കുക. എത്ര സുന്ദരമായ നഗര കാഴ്ചകളാണ്. നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിലും വേണ്ടി വരുന്നത്. ഓരോ ടൂറിസ്റ്റ് പ്ലേസുകളിലും അതിനെ ബന്ധിപ്പിക്കുന്ന ഇതുപോലത്തുള്ള കേബിൾ കാറുകളോ ലണ്ടൻ ഐ പോലത്തെ സാധനങ്ങളോ നമ്മൾ പണിയുകയാണ്. ടൂറിസ്റ്റ് വിനോദസഞ്ചാരികൾക്ക് ആ നഗരത്തെ പൂർണ്ണമായിട്ട് കാണുവാനും ആസ്വദിക്കുവാനും പറ്റുന്ന ഒരു അവസരമാണ് ഇതിലൂടെ സഞ്ചാരികൾക്ക് കിട്ടുന്നതും. ഈ നദിയുടെ കുറുകെ യാത്ര ചെയ്തു പോകുന്ന ആൾക്കാരുമുണ്ട്. അപ്പുറം ഇപ്പുറം താമസിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു പാതയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ നാട്ടിലെ ബോട്ടിൽ യാത്ര ചെയ്യുന്ന പോലെ അപ്പുറം ഇപ്പുറമുള്ള സ്ഥലവുമായിട്ട് ബന്ധിപ്പിക്കാനും അവിടെ ജോലി ചെയ്യുന്നവർക്ക് ഇപ്പുറേ വരാനും ഇപ്പുറം ലണ്ടനിൽ വരുന്നവർക്ക് അങ്ങേ ഭാഗത്തേക്ക് പോകാനുള്ള ഒരു സാങ്കേതിക വിദ്യയുടെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുപോലെ ഗ്രീൻവിച്ച് പെനിൻസുലറിൽ നിന്ന് എക്സൽ ലണ്ടൻ പടിഞ്ഞാറ് റോയൽ വിക്ടോറിയ ഡക്ക് വരെയാണ് ഈ തേംസ് നദി. മുറിച്ചു കിടക്കുന്ന ഈ നദിയുടെ ദൂരം, ഈ കേബിൾ കാറിന്റെ ദൂരം ഏറെക്കുറെ അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 1 കിലോമീറ്റർ ദൂരത്തിലാണ് കേബിൾ കാർ ആ നദി കുറുകെ കിടക്കുന്നത്. ഗൊണ്ടോള ലൈൻ ഈ സേവനത്തിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. നദിക്ക് കുറുകെ ഗതാഗതത്തിന് പുറമെ ഈ സേവനങ്ങൾ ലണ്ടന്റെ തനത് കാഴ്ചകളാണ്. അതായത് സൗന്ദര്യപരമായ കാഴ്ചകളാണ് ഇത് പ്രധാനം നൽകുന്നത്. കാരണം യാത്രക്കാർക്ക് നദിക്ക് പുറകെ ഇരിക്കുമ്പോൾ വളരെ വലിയ ബിൽഡിങ്ങുകളൊക്കെ തൊട്ടടുത്ത് കാണുന്ന പോലെ. അതായത് 300 അടി മുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത്. 300 അടി, അതൊരു 15 സെക്കൻഡിനുള്ളിൽ ഒരു കേബിൾ കാർ നമുക്ക് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ചെയിൻ പോലെ
ഈ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് സിസ്റ്റം അവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇത് വന്നിട്ട് ഈ കമ്പനികൾ സ്പോൺസർഷിപ്പ് പോയേക്കുന്നത് 2024 ജൂൺ 28 ഈ കേബിൾ കാർ ലൈൻ വീണ്ടും പ്രവർത്തനം ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് ഒരു കമ്പനിക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും ഈ മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനികൾ മോശമായിട്ടല്ല മാറിക്കൊടുക്കുന്നത്. അവരുടെ തനത് രീതിയിൽ അത് മാറേണ്ട വരുന്ന സമയത്ത് ഓരോ പുതിയ പുതിയ കമ്പനികളെ ഏൽപ്പിക്കുന്നു. ഒരാൾക്ക് തന്നെ കൊടുത്ത് അവർ തന്നെ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതല്ല, എല്ലാ കമ്പനികൾക്കും കൊടുക്കുന്നു. അത് ലാഭകരമായ രാജ്യത്തിന് ലാഭകരമായ രീതിയിൽ ഏതാണോ അതിനുവേണ്ടി മാറ്റിവെക്കുന്നു. എന്തായാലും ഈ നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും പറയുന്നു, എനിക്ക് ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനം നിങ്ങളാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഉള്ളൂ എനിക്ക് മുമ്പോട്ടുള്ള യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ചാനലിന് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്ത് പോവുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഇതുപോലത്തെ നല്ല വീഡിയോകൾ